എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദമ്പതികൾ ശാരീരിക ബന്ധത്തെക്കാൾ ഉപരി കിടപ്പറയിൽ ശ്രദ്ധ കൊടുക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നിങ്ങൾ വിട്ടുപോകരുത്. ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ ദാമ്പത്യ ബന്ധങ്ങളും മനസ്സും ശരീരവും ഒരുപോലെ പങ്കുവെക്കലാണ്. കിടപ്പറയിൽ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ എന്നും ഏർപ്പെടേണ്ട കാര്യമില്ലെങ്കിലും സ്നേഹത്തോടെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പഠനങ്ങൾ പോലും പറയുന്നത്. ദമ്പതിമാർക്കിടയിൽ ശാരീരിക ബന്ധം എന്നും ഉണ്ടായില്ലെങ്കിലും സ്നേഹക്കുറവും ബന്ധത്തിൽ അകൽച്ചയും ഒന്നും സംഭവിക്കില്ല. എന്നാൽ കിടപ്പറയിൽ ശ്രദ്ധയും മുൻഗണനയും കൊടുക്കേണ്ട 5 കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചോളൂ. ഇല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ അകൽച്ചയും വിള്ളലും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഒന്നാമതായി, ഉള്ളു തുറന്ന് സംസാരിക്കുന്നത്. വിവാഹശേഷം ദമ്പതിമാർക്ക് എപ്പോഴും തിരക്കിട്ട ജീവിതമായിരിക്കും. ഇതിനിടയിൽ പലപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒന്നായി മാറുകയാണ് ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ പരസ്പരമുള്ള ആശയവിനിമയം. ജോലി സംബന്ധമായി ഓഫീസിലെ പരാതികളും മീറ്റിങ്ങുകളും എല്ലാം മാറ്റിവെച്ച് കുടുംബത്തിനായി അല്പനേരം സംസാരിക്കാൻ കുറച്ച് സമയം തിരഞ്ഞെടുക്കാം. അതുപോലെ അവധി ആഘോഷം പ്ലാൻ ചെയ്യുകയോ കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെക്കുറിച്ചോ ഭാവി പദ്ധതികളെക്കുറിച്ചോ തുടങ്ങി സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ സമയങ്ങളിൽ സംസാരിക്കാം. ഇത് ദമ്പതിമാർക്കിടയിൽ സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കും. രണ്ടാമതായി, കെട്ടിപ്പുണർന്ന് കിടക്കാം. ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം സ്പർശിച്ച് കിടക്കാൻ തന്നെയാണ് ദമ്പതികൾ എപ്പോഴും ആഗ്രഹിക്കുക. പങ്കാളികൾക്കിടയിൽ ലൈംഗിക ബന്ധത്തിനുള്ള മൂഡ് ലഭിക്കുന്നില്ലെങ്കിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കാവുന്നതാണ്. കെട്ടിപ്പിടുത്തത്തിലൂടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഒരാൾ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൂട്ടാനും സാധിക്കും. മൂന്നാമതായി, ചുംബനം. പരസ്പരമുള്ള ചുംബനം എപ്പോഴും 2 വ്യക്തികൾ തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൃഢമായ ചുംബനവും നടക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ദാമ്പത്യ ബന്ധത്തിനിടയിൽ വേലികെട്ടുകളില്ലാത്ത ഒന്നാണ് ചുംബനവും. ചുംബനം ചുണ്ടിലോ കഴുത്തിലോ കയ്യിലോ നെറ്റിത്തടത്തിലോ എവിടെ വേണമെങ്കിലും നൽകിയ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കാം. എപ്പോഴും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഒരു ഉമ്മയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നാലാമതായി, തലോടൽ. ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും ഒരു അഭിനന്ദനാർഹമായ നേട്ടമോ ജോലിയിൽ ഒരു പ്രൊമോഷനോ ഒക്കെ കിട്ടുമ്പോൾ പുറത്തു തട്ടി നിങ്ങൾ സ്നേഹം കാണിച്ച് ഒന്ന് തലോടുന്ന രീതിയാണ് ഏറ്റവും ഉത്തമമായ സ്നേഹം പ്രകടിപ്പിക്കൽ. ഇത് പരസ്പരമുള്ള വിശ്വാസവും ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവും നൽകുന്നുണ്ടെന്നാണ് വസ്തുത. അഞ്ചാമതായി, ഉറക്കം. സ്നേഹപൂർവ്വമുള്ള തലോടലുകൾക്ക് ശേഷം പങ്കാളിയുടെ നെഞ്ചിൽ തല വെച്ചുറങ്ങുന്നതിന്റെ സുഖം ഒരു തലയിണയ്ക്കും നൽകാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഉറക്കം സ്നേഹത്തിന്റെ മാത്രമല്ല സ്വാതന്ത്ര്യത്തിന്റെ കൂടി പ്രതീകമാണെന്ന് അറിഞ്ഞു വെച്ചോളൂ.